റൂമിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ രവി എടുത്ത തീരുമാനം ശ്രീകാന്തിനും വർഷയ്ക്കുമായിട്ട് ഞങ്ങളുടെ റൂം കൊടുക്കാമെന്നാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും ആ റൂമിൽ താമസം തുടങ്ങുകയാണ്. അങ്ങനെ വർഷയോട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെന്താ ശ്രീകാന്തേ, ഞാനിവിടെ ഓക്കെ അല്ലേ എന്ന്, നീ എൻ്റെ കൂടെ ഇല്ലേ, പിന്നെ എന്താ എനിക്ക് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ വന്നു കയറിയ നിനക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അതൊന്നും സാരമില്ല ശ്രീകാന്തേ, പിന്നെ ഞാൻ നിന്റെ കൂടെ വന്നതെന്താ, നിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനാണ്. നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എനിക്കതൊന്നും പ്രശ്നമില്ല. സച്ചി റൂം പൂട്ടിപ്പോയതും ഒക്കെ നിനക്ക് ഒരുപാട് വിഷമമായി എന്ന് എനിക്കറിയാം. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട, പോട്ടെ, അതൊന്നും സാരമില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഏട്ടൻ ഇങ്ങനൊരാളാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ലേ എന്ന് പറയാണ്. എന്തായാലും നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ നല്ലൊരു ജീവിതമാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കറിയാലോ, എൻ്റെ അച്ഛൻ എനിക്കായിട്ട് കണ്ടെത്തിയ വരനെ, അവൻ്റെ കാര്യം നിന്നോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടപ്പെട്ട ആളോട് കൂടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും നിൽക്കുമെന്ന് പറയണം. അങ്ങനെ പിന്നീട് ശ്രീകാന്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രേവതിയെയും സച്ചിയെയാണ് പിന്നീട് കാണിക്കുന്നത്. രേവതിയാണെങ്കിൽ കട്ടിലൊന്നും ഇല്ലാത്ത കാരണം നിലത്ത് പായൊക്കെ വിരിച്ച് ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, പായ മാത്രം മതിയായിരുന്നല്ലോ, എന്തിനു നീ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചെന്ന് ചോദിക്കുകയാണ്. നിലം നല്ല തണുപ്പാണ്, ഈ പായയിൽ അങ്ങനെ കിടക്കാൻ പറ്റില്ല, ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയണം. അത് ശരിയാണല്ലേ, നല്ല തണുപ്പുണ്ട്, ഈ നിലത്തല്ലേ അച്ഛൻ കിടക്കാൻ പോയത്, നമ്മൾ ആ കട്ടിൽ കൊടുത്തത് നന്നായി അല്ലേ എന്ന് രേവതിയോട് സച്ചി പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അതെ, അച്ഛൻ എന്നാലും ഇവിടെ വന്ന് കിടന്നാൽ മതിയായിരുന്നു. അച്ഛനോട് നമ്മൾ എത്ര വട്ടം പറഞ്ഞതാ, അച്ഛൻ കേൾക്കണ്ടേ, അച്ഛൻ അവിടെ കിടന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്. നമ്മുടെ ഈ പ്രായത്തിൽ ഏത് പാറക്കല്ലിൻ്റെ മുകളിൽ കിടന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് പ്രായമായതല്ലേ, അവർക്ക് അങ്ങനെ നിലത്തൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് സച്ചി പറയാണ്. ഞാൻ ഇതുപോലെ നിലത്ത് കിടന്നും സവാരി പോകുമ്പോൾ കാറിൽ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എനിക്ക് ഒരുപാട് ശീലമുണ്ട്. നിന്റെ കാര്യമാണല്ലേ പ്രശ്നം. ഹോ, നീ അല്ലെങ്കിലും നിലത്തൊക്കെ തന്നെയല്ലേ കിടന്നിരുന്നത്, നീ അല്ലാണ്ട് കൊട്ടാരത്തിലോ നിലയിലോ താമസിച്ചിരുന്നത്, ഞാൻ അങ്ങ് വിട്ടുപോയി എന്ന് സച്ചി പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതിക്കൊന്ന് ഫീൽ ആവുന്നുണ്ട്, രേവതിയുടെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട്. ഞാൻ നിന്നെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നീയും ഇങ്ങനെ നിലത്തൊക്കെ തന്നെയല്ലേ കിടന്നിരുന്നത് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് സച്ചി പറയണം. അങ്ങനെ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഇതുപോലുള്ള എടുത്തുചാട്ടം ഒന്ന് കുറയ്ക്കണം. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ആർക്കും മനസ്സിലാവില്ല, നല്ലതേതാ ചീത്തതേതാ എന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് പറഞ്ഞതാ. മാത്രമല്ല, ഇപ്പം നിങ്ങൾ തന്നെ റൂം പൂട്ടിപ്പോയി, അതുപോലെ അച്ഛൻ ഇവിടുത്തെ കട്ടിലെടുത്ത് പുറത്ത് ഇട്ട് കൊടുത്തു. നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ആരും അത് അംഗീകരിക്കുന്നില്ല, അത് നിങ്ങളുടെ എടുത്തു ചാട്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ കാരണമാണ്. ഇതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് സച്ചിയോട് രേവതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ എല്ലാവരും മുൻപിൽ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ എന്തായാലും കിടക്കുകയാണ്, എനിക്ക് നാളെ രാവിലെ സവാരി ഉള്ളതാ, നേരത്തെ എണീറ്റ് പോകാനുള്ളതാണെന്ന് പറഞ്ഞ് സച്ചി കിടക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വർഷയാണ്. സച്ചി റൂം പൂട്ടിപ്പോയ കാരണം വൈകിട്ട് വരുമ്പോൾ എവിടെയാ രാത്രി കിടക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാരണം നമ്മുടെ വർഷ ഒരു ടെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കും. അതും ശ്രീകാന്ത് അറിയാതെയാണ് ടെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കുക. എവിടെയും കിടക്കാൻ പറ്റിയില്ലെങ്കിൽ പുറത്തെങ്കിലും നമുക്കിത് ടെൻറ്റാക്കി കിടക്കുക എന്നാണ് വർഷ വിചാരിച്ചിരുന്നത്. അത് ശ്രീകാന്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശ്രീകാന്ത് ഉറങ്ങിയതിന് ശേഷം വർഷം മുകളിൽ അത് ടെൻ്റ് അടിക്കുകയാണ്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് അവസാനം ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രീകാന്ത് ഞെട്ടി എണീക്കുകയാണ്. എന്താ വർഷം ഈ രാത്രി എന്ന് ചോദിക്കുന്നുണ്ട്. വാ, നിനക്കൊരു കാര്യം കാണിച്ചു തരാം, ഒരു സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ വിളിച്ചു കൊണ്ടുപോവാണ്. ഈ രാത്രി എന്താ ടെറസിലെ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. നീ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ്. കണ്ടോ, ഞാനിന്ന് വാങ്ങിച്ചത് ഇതാണ്, ടെൻ്റാണെന്ന് പറയാണ്. നമുക്കിപ്പോൾ റൂമുണ്ടല്ലോ, എന്തിനാ ഇപ്പോൾ ഇവിടെ ടെൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്. അത് പിന്നെ രാവിലെ നിങ്ങളുടെ ഏട്ടൻ റൂം പൂട്ടിപ്പോയപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ കിടക്കുകയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു ടെൻറ്റ് വാങ്ങിയതാ, എവിടെ കിടക്കാനും ഇല്ലെങ്കിൽ നമുക്കിതുപോലെ മുകളിൽ കിടക്കാമെന്ന് കരുതി വാങ്ങിയതാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ആകെ വിഷമാവാണ്. നമ്മുടെ വർഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് സഹിക്കുന്നത് എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, നീ അതൊക്കെ വിട്ടേക്ക്, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് പറയണം. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ടെൻറ്റിനുള്ളിൽ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നീട് വർഷ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയല്ലേ, നമുക്കിന്ന് ഇവിടെ കിടക്കാമല്ലേ എന്ന് പറയണം. നമുക്കവിടെ റൂമുണ്ടല്ലോ വർഷേ, നമുക്ക് അവിടെ പോയി കിടന്നാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, ഇന്ന് നമുക്ക് ഇവിടെ കിടക്കാം, ഞാനിത് വാങ്ങിച്ചതല്ലേ, ഇന്ന് നമുക്കിവിടെ കിടന്നാൽ മതിയെന്ന് വർഷ നിർബന്ധിക്കുമ്പോൾ ശ്രീകാന്ത് സമ്മതിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട്, ഇന്നീ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സച്ചി റൂമൊക്കെ പൂട്ടിപ്പോയപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് നീ ഇവിടെ നിൽക്കില്ല എന്നാണ് കരുതിയത്. നീ ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് വർഷയോട് ശ്രീകാന്ത് പറയാണ്.
അത് പിന്നെ ശ്രീകാന്തേ, നിനക്ക് നിന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാനല്ലേ ഇഷ്ടം. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. അതിപ്പോൾ ഈ ഒരു ടെൻറ്റ് എനിക്ക് വലിയ ഒരു കൊട്ടാരം തന്നെയാണ്. അതുകൊണ്ട് നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് വർഷ പറയാണ്. കണ്ടോ, നല്ല കാറ്റ്, നല്ല നിലാവ്, മേലോട്ട് നോക്കിയാൽ ഒരുപാട് നക്ഷത്രങ്ങൾ. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് ആയാൽ മതിയായിരുന്നു എന്ന് വർഷ പറയാണ്. അങ്ങനെ ശ്രീകാന്ത് വർഷയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെ തട്ടി മാറ്റിയാണ് വർഷ പിന്നീട് ടെൻ്റ് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രേവതിയാണ്. രേവതി അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ വന്നപ്പോഴും ചായ ആയില്ല, ഇപ്പോഴെങ്കിലും ചായ ആവോ എന്ന് ചോദിക്കുകയാണ്. ചായ ഇരിക്കുന്നു, അമ്മ തന്നെ ആർക്കാച്ച കൊണ്ടു കൊടുത്തോളൂ എന്ന് പറയാണ്. ഓ, ഞാൻ കൊണ്ടു കൊടുക്കണം, നിനക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അമ്മ തന്നെ ആർക്കാച്ച കൊണ്ടു കൊടുത്തോളാൻ പറയാണ്. അല്ല, വർഷയെ ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ, അവള് പോയോ, നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞോ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അതെന്തേ, അമ്മയുടെ അടുത്ത് ഇന്നലെ അവളൊന്നും പറഞ്ഞില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ ചായ എടുത്ത് അങ്ങ് പോവാണ്. അങ്ങനെ പിന്നീട് ശ്രീകാന്തിൻ്റെയും വർഷയുടെയും റൂമിലോട്ട് ചന്ദ്ര പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഒരു 2 ടെമ്പിൾസൊക്കെ എടുത്ത് ഇങ്ങനെ വരികയാണ്. എന്താ അമ്മേ, ശ്രുതി എണീറ്റോ, ശ്രുതിക്കുള്ള ചായയാണോ എന്ന് ചോദിക്കുകയാണ്. ശ്രുതിക്ക് രേവതി ചായ കൊടുത്തോളും, ഇത് വർഷയ്ക്കുള്ള ചായയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടായി പോകുന്നത് എന്ന്. ഞാൻ മുകളിൽ പോയിട്ട് കുറച്ച് എക്സസൈസ് ചെയ്തിട്ട് വരാം എന്ന് പറയാണ്. നല്ലതാ, വെറുതെ പാർക്കിൽ അമ്മയൊന്നും മിണ്ടാതിരിക്കോ, ആരെങ്കിലും കേൾക്കോ എന്ന് പറഞ്ഞ് ശ്രുതി മുകളിലോട്ട് പോവാണ്. ചന്ദ്രയാണെങ്കിൽ വർഷയെയും ശ്രീകാന്തിനെയും വിളിക്കുന്നുണ്ട്. ഡോറ് തുറക്കുന്നത് കാണാത്തതുകൊണ്ട് തന്നെ പതിയെ ഡോറ് തുറക്കുകയാണ്. റൂമിൽ ആരെയും കാണുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ ശ്രുതി മുകളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ഇതിപ്പോൾ എന്താ ഇതുവരെ ഇല്ലാത്തൊരു സാധനം, ഇത് ടെൻ്റാണല്ലോ, ഇത് വല്ല കള്ളന്മാരും ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചുകൊണ്ട് താഴോട്ട് പോകുന്നുണ്ട്. അമ്മേ, മുകളിൽ ആരോ ടെൻ്റ് അടിച്ചിരിക്കുകയാണ്, അതിൽ ആരോ ഉണ്ട്, കള്ളന്മാരായിരിക്കോ എന്നൊക്കെ പറയാണ്. കള്ളന്മാരോ, ഇതെന്താ അപ്പോൾ പുതിയ മോഡലാണോ, താമസിച്ചുകൊണ്ട് കട്ടുകൊണ്ടുവന്നത്? അല്ല ശ്രുതി, നീ കണ്ടത് വല്ല തുണിയും പാറി വന്നതാണോ എന്ന് ശ്രുതി സംശയം പറയാണ്. അല്ല, അതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട്, ഒരു ടെൻറ്റ് തന്നെയാണെന്ന് പറയാണ്. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ രേവതി, നീ സച്ചിയെ വിളിച്ചു വാ, നമുക്കൊന്ന് മുകളിൽ പോയി നോക്കാം എന്ന് പറയാണ്. സച്ചിയേട്ടന് രാവിലെ തന്നെ ഒരു സവാരി ഉണ്ടായിരുന്നു അച്ഛാ, സച്ചിയേട്ടൻ നേരത്തെ പോയെന്ന് പറയാണ്. എന്നാ ശ്രുതി, നീ തന്നെ മുകളിൽ പോയി നോക്ക്. അത് പിന്നെ അച്ഛാ, എനിക്ക് പേടിയാണെന്ന്, നമുക്ക് പോലീസിനെ അറിയിക്കാം എന്ന് പറയാണ്. അതൊന്നും വേണ്ട, ആരാണെന്ന് ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് രവി പോവാണ്. അച്ഛാ, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് രേവതിയും കൂടെ പോവാണ്. ഈ സമയത്താണെങ്കിൽ ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ നീ കൂടെ അച്ഛൻ്റെ കൂടെ എന്ന് പറയാണ്. അമ്മേ, എനിക്ക് പേടിയാണ്, അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാണെന്ന് ശ്രുതി പറയുമ്പോൾ ഇവൻ്റെ ഒരു പേടി മാറി നിൽക്കടാ, ഞാൻ പോട്ടെ മുകളിലോട്ട് എന്ന് പറഞ്ഞ് ചന്ദ്രയും കൂടെ പോവാണ്. നിങ്ങളുടെ അച്ഛൻ തനിച്ചല്ലേ മുകളിൽ പോയിരിക്കുന്നത്, വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞ് ശ്രുതി നമ്മുടെ ശ്രുതിയെ കുട്ടി മുകളിലോട്ട് പോകുന്നുണ്ട്. മുകളിൽ പോകുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ശരിയാണല്ലോ, ഈ ടെൻറ്റിൽ ആരോ ഉണ്ട്, ആരായിരിക്കും ഇതിൻ്റെ മുകളിൽ ടെൻ്റ് അടിച്ച് കെട്ടാൻ? ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് ഇവരിവിടെ തന്നെ താമസിക്കുന്നതെന്ന് സംശയം പറയാണ് ചന്ദ്ര. അങ്ങനെ പിന്നീട് വർഷയും ശ്രീകാന്തും കൂടെ അങ്ങനെ ഉള്ളിലിരുന്ന് സംസാരിക്കുകയാണ്. ഇനി നമുക്ക് എന്നും ഇവിടെ തന്നെ കിടക്കാം എന്നൊക്കെ പറയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് ശരിയാണ്, കുടുംബമായിട്ടാ തോന്നുന്നു ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് ചന്ദ്ര പറയാണ്. സുധി, നീ പോയിട്ട് അതിനുള്ളിൽ ആരാണെന്ന് നോക്കെന്ന് പറയാണ്. അച്ഛാ, എനിക്ക് പേടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോവില്ല എന്ന് പറയാണ്. എന്നാ ശ്രുതി നീ പോയി നോക്കെന്ന് പറയാണ്. ശ്രുതി നടക്കുന്ന സമയത്ത് ശ്രുതി നീ പോവല്ലേ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് പിന്നെ അച്ഛാ, അവരുടെ കയ്യിൽ വല്ല ആയുധം ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാണെന്ന് ശ്രുതി പറയാണ്. അങ്ങനെ പിന്നീട് രേവതി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ തന്നെ പോയി നോക്കാം എന്ന് പറഞ്ഞ് രേവതി പോവാണ്. പെട്ടെന്ന് തന്നെ രേവതിയെ പിടിക്കുന്നുണ്ട് ചന്ദ്ര. നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എല്ലാവരുടെ കയ്യിലും ഓരോരോ ആയുധങ്ങൾ വേണമെന്ന് പറയാണ്. അങ്ങനെ ഓരോ വടികളൊക്കെ എടുക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ നമ്മുടെ സുധി ടെമ്പിൾസ് മോള് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ആ ടെമ്പിൾസ് എടുത്തിട്ട് കയ്യിലിങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ സുധിയും എല്ലാവരും ഓരോ വടിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ടെൻറ്റിൻ്റെ 4 പോറും അങ്ങ് വളയാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാണ്ട് വർഷയും ശ്രീകാന്തും വളരെ റൊമാൻറ്റിക് ആയിട്ട് ഉള്ളിലിരുന്ന് സംസാരിക്കുകയാണ്.